മാർച്ച് 7 വെള്ളിയാഴ്ച. മത്തായി 9, 14, 15 വാക്യങ്ങൾ. ഇന്നത്തെ വായനകൾ ഉപവാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യഹൂദന്മാർ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഉപവസിച്ചിരുന്നുള്ളൂ, അല്ലെങ്കിൽ നിയമമുണ്ടായിരുന്നുള്ളൂ. അത് പാപപരിഹാര ദിനത്തിലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കാലത്ത് ഫരിസേയർ ആഴ്ചയിൽ 2 തവണ ഉപവസിച്ചിരുന്നു. സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരും മറ്റ് ഭക്തരായ യഹൂദന്മാരും വർഷത്തിൽ 1-ലധികം തവണ ഉപവാസം അനുഷ്ഠിക്കുന്ന രീതി പിന്തുടർന്നിരിക്കണം. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവാസത്തെക്കുറിച്ചുള്ള ഈ നിയമങ്ങൾ പാലിച്ചില്ല. അതിനാൽ ഫരിസേയർ യേശുവിനോട് കണക്ക് ചോദിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായന സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ഉപവാസം നീതിയിൽ അധിഷ്ഠിതമാണ് എന്നാണ്. അത് ശരിക്കും വെല്ലുവിളി നിറഞ്ഞതാണ്. ഉപവാസം അനീതിയുടെ ബന്ധനങ്ങൾ പൊട്ടിക്കുകയും അടിമത്തത്തിൻ്റെ നുകത്തിൻ്റെ കെട്ടുകൾ അഴിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും എന്നതാണ്. വിശക്കുന്നവരുമായി നമ്മുടെ അപ്പം പങ്കിടുക, വീടില്ലാത്ത ദരിദ്രരെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, നഗ്നരെ വസ്ത്രം കൊണ്ട് മൂടുക എന്നിവയൊക്കെയാണ് ഉപവാസം. ഇന്നത്തെ സുവിശേഷ വായനയിൽ ഫരിസേയർ യേശുവിനോട് അവിടുത്തെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. യേശു മറുപടി നൽകിയത്, ഒരു വിവാഹ അവസരത്തിൽ ഉപവാസം ആരും അനുഷ്ഠിക്കാറില്ല. സന്തോഷവും ഭക്ഷണ സമൃദ്ധിയും ആനന്ദമുള്ള ഒരു വിവാഹ വിരുന്ന് പോലെയാണ് യേശുവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് ശിഷ്യന്മാർ തന്നോടൊപ്പം ഉള്ളപ്പോൾ ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന് അവിടുന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? ഉപവസിക്കാനുള്ള അല്ലെങ്കിൽ ഉപവാസം കൊണ്ടുള്ള ചില ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1, ഉപവാസം നമ്മെ ആത്മീയമായി ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നാം ദൈവത്തോട് അടുക്കുന്നു. ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപവാസം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയും. പഴയ നിയമത്തിൽ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് മോശയ്ക്ക് ദൈവത്തിൽ നിന്ന് 10 കൽപ്പനകൾ ലഭിച്ചത്. 2, ഉപവാസം നമ്മെ വിജയിപ്പിക്കാൻ സഹായിക്കുന്നു. ഇസ്രായേല്യർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഉപവസിച്ചു. അവർ വിജയിച്ചു. യേശു 40 ദിവസം ഉപവസിച്ചു. അവൻ പ്രലോഭനങ്ങളിൽ വിജയിച്ചു. 3, ഉപവാസം കർത്താവിൽ നിന്ന് മാർഗനിർദ്ദേശം നേടാൻ നമ്മെ സഹായിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. ഉപവാസത്തിന് ശേഷമാണ് ദാനിയേലിന് ദൈവത്തിൻ്റെ നിർദ്ദേശം ലഭിക്കുന്നത്. 4, ഉപവാസം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ ശരീരം ദുർബലമാകാം, പക്ഷേ ആത്മീയമായി നാം ശക്തരായിത്തീരുന്നു. 5, ഉപവാസം എളിമയുടെ ഒരു ഉദാഹരണമാണ്. ദൈവത്തിൽ നമ്മുടെ ശക്തി കണ്ടെത്തുന്നതിനായി
നാം നമ്മുടെ ആഗ്രഹങ്ങളെ സ്വയം നിഷേധിക്കുന്നു. 6, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിന് നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്വാധീനിക്കാൻ കഴിയില്ലെങ്കിലും അവൻ്റെ കൃപയും അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ ഉപവാസം നമ്മെ ഒരുക്കും. എല്ലാവർക്കും ഈ നോമ്പ് കാലത്തിലെ വെള്ളിയാഴ്ചയുടെ നന്മകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.